പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നത്തെയും പതിവ് പോലെ സൈക്കിൾ എടുത്തിട്ട് പതുക്കെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച് പതുക്കെ റൈഡ് ചെയ്ത് പോവാണ്. അപ്പോൾ പോകുന്ന സമയത്ത് പല കാഴ്ചകളും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ചില കാഴ്ചകൾ കണ്ടാൽ നമുക്ക് സ്വാഭാവികമായിട്ട് നിർത്താൻ തോന്നും. അപ്പോൾ അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ പിള്ളേർ ഫുട്ബോൾ കളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. പോകുന്ന വഴിയിലുള്ള സ്ഥിരം കാണുന്ന ഒരു അമ്പലം തന്നെയാണെന്നുണ്ടെങ്കിലും ഞാൻ അവിടെ ഇറങ്ങി അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് പതുക്കെ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ ബിയ്യത്തു നിന്നാണ് മിക്ക ദിവസങ്ങളിലും ആദ്യത്തെ ചായ കുടിക്കാറുള്ളത്. അപ്പോൾ ബിയ്യം ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ശ്രദ്ധയിലൊരു കാര്യം പെട്ട്, രണ്ട് സൈഡിൽ ഈ ഭാഗത്ത് നല്ല മരങ്ങളാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് ഈ മരങ്ങളുടെ അടിയിൽ കൂടെ പോകുമ്പോൾ പ്രത്യേക ഒരു സുഖമാണ്, നല്ലൊരു തണലാണ്. അപ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധയിൽ പെട്ട്, ഈ റോട്ടിൽ കണ്ടോ നിറച്ച് വെള്ള കുത്തുകൾ, അത് പക്ഷികൾ കാഷ്ടട്ടതാണ്. ഈ പക്ഷികൾക്കും ഈ ഇത്തരത്തിലുള്ള മരങ്ങൾ വലിയ രീതിയിലുള്ള ആശ്രയം നൽകുന്നുണ്ട്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പതുക്കെ ബിയ്യം ലക്ഷ്യമാക്കി ഇങ്ങനെ ചവിട്ടുകയാണ്. അന്തരീക്ഷത്തിൽ നല്ല ചൂടുണ്ട്. രാവിലെ അധികം സമയമായിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല ചൂടാണ്. പക്ഷേ ഈ ഭാഗത്തൊക്കെ എത്തുമ്പോൾ കായലായതുകൊണ്ടും ചെറിയൊരു കാറ്റും ഉള്ളതുകൊണ്ടും വലിയ ചൂടൊന്നും അറിയുന്നില്ല. അങ്ങനെ ബിയ്യം പാലം കടന്നിട്ട് വേണം ചായ കുടിക്കാൻ വേണ്ടി പോകാൻ. അങ്ങനെ പതുക്കെ പാലം കടന്ന പാടെ ഒരു ചെറിയ പെട്ടിക്കട ഉണ്ട്. അവിടെ തിക്കാനായിട്ട് നല്ല പരിചയമാണ്. പുള്ളിയോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് നേരെ അരവിന്ദൻ്റെ കടയ്ക്ക് പോയി. അപ്പോൾ സൈക്കിൾ അവിടെ വെച്ചിട്ടാണ് പോയത്. അരവിന്ദൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പതുക്കെ ഒരു ചായയും കുടിച്ച് അവിടെ നിന്ന് നേരെ ബിയ്യം പാലത്തിനോട് ചേർന്നിട്ട് താഴത്തായിട്ട് ചെറിയൊരു സ്പോട്ട് വരുന്നുണ്ട്. നല്ല രസമുള്ളൊരു സ്പോട്ടാണ്. ചെറിയ മരങ്ങളൊക്കെ ആയിട്ട് നേരെ ഈ സ്പോട്ട് വന്ന് ചേരുന്നത് കായലിലേക്കാണ്. അപ്പോൾ കായലിൽ വെള്ളം കുറച്ച് കുറവുള്ള ഭാഗമാണ് ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് മുഖമൊക്കെ ഒന്ന് വേണമെങ്കിൽ കഴുകാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഭംഗിയുള്ള സ്പോട്ടാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ വല്ലാത്ത ദാഹം. AVI സ്കൂളിൽ എത്തിയപ്പോൾ അവിടെ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്ക് നോക്കിയപ്പോൾ ഭയങ്കര രസം തോന്നി. കാരണം പിള്ളേർ വെച്ച് പിടിപ്പിച്ച തൈകളൊക്കെ നല്ല പൂത്ത് തളിർന്ന് നിൽക്കുന്നുണ്ട്. സംഭവം വേനലാണെന്നുണ്ടെങ്കിലും അവരത് അത്രയും നോക്കിയോണ്ടാണ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്. കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഗ്രൗണ്ടിൽ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ കൊന്നയും എല്ലാം അങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. അതൊക്കെ കാഴ്ച കണ്ടിട്ട് വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ കർമ്മ റൂട്ടിലെത്തിയപ്പോഴാണ് കുറച്ച് പിള്ളേർ സൈക്കിളായിട്ട് ഇങ്ങനെ വരുന്ന ശ്രദ്ധയിൽ പെട്ടത്. കർമ്മ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഭയങ്കര രസമാണ്. എന്തായാലും ഭയങ്കര കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാം. അപ്പോൾ പിള്ളേർ വെക്കേഷനായ കാരണം രാവിലെ സൈക്കിൾ എടുത്ത് ഇറങ്ങിയതാണ്. ബീച്ച് കാണാനാണ് ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എവിടെ വീട് ചോദിച്ചപ്പോൾ വട്ടംകുളം എന്നൊക്കെ പറഞ്ഞ് അവരെ കൂടെ ഞാനിങ്ങനെ റൈഡ് ചെയ്ത്. അപ്പോൾ ഒരു ബീച്ച് കണ്ട് മടങ്ങി വരുന്ന വഴിയാണ്, കർമ്മ വഴിയാണ് തിരിച്ചു പോരുന്നവർ. അവരോട് കുറേ നേരം വർത്തമാനം പറഞ്ഞ് അങ്ങനെ വീണ്ടും റൈഡ് ചെയ്ത്. അങ്ങനെ കർമ്മ റോട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോണ സമയത്ത് ഇവിടെ എക്സ്പോ തുടങ്ങാനുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ കർമ്മ റൂട്ടിൽ അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോമ്പ് സമയം വേനലായതുകൊണ്ടും വലിയ തിരക്കുകളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. എന്നാലും ഇതൊന്നല്ല തിരക്ക്, നല്ല തിരക്കുള്ള സമയമാണ്. രാവിലെ നടക്കാൻ വരുന്നവരും കാഴ്ചകൾ കാണാൻ വരുന്നവരൊക്കെ ആയിട്ട് നല്ല തിരക്കാണ്. ഒരു ബോട്ട് ഇങ്ങനെ നിർത്തിയ സ്ഥലത്ത് കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ ഒന്ന് നിർത്തി നോക്കിയതാണ്. അപ്പോൾ അവർ ചൂണ്ടലിടുകയാണ്. മീനൊന്നും കിട്ടുന്നില്ല. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പതുക്കെ വരുന്ന സമയത്ത് മനസ്സിലേക്ക് പല കാര്യങ്ങളും ഓടി വരുന്നുണ്ട്. ചെയ്യാൻ മറന്നതും ഇനി ചെയ്യാൻ പോകുന്നതൊക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളും ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ചെറു കാറ്റും കൊണ്ട് ഇങ്ങനെ പതുക്കെ റൈഡ് ചെയ്ത് വരാം. ആഹാ, നല്ല സുഖമുള്ള ഒരു സംഭവമാണ് ഈ രാവിലത്തെ റൈഡ്. അങ്ങനെ പുറകിൽ ബൈക്കുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കാറ്റും കൊണ്ട് വരുന്ന വഴിക്ക് കുറച്ച് പിള്ളേർ ഞാവലും പഴം കച്ചവടം ചെയ്യണം. അവരും സ്കൂൾ അടച്ച സന്തോഷത്തിലാണ്. എന്നാലും അവർ വെറുതെ ഇരിക്കുന്നില്ല. അപ്പുറത്തെ പറമ്പിലെ ഞാവലൊക്കെ പൊട്ടിച്ച് വിൽപ്പനയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. കർമ്മ റോട്ടിലെ സൈഡിലാണ്. ഞാൻ പൈസയൊന്നും എടുക്കാത്തതുകൊണ്ട് ഞാവലും പഴം മേടിക്കേണ്ട കയ്യിൽ പൈസ ഇല്ല. വെറുതെ ഇറങ്ങിയതാണല്ലോ, ചെറിയൊരു റൈഡിന് ഇറങ്ങിയതല്ലേ.
അപ്പോൾ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് പോന്നു. നേരെ പോണത് നമ്മളെ ബാബുവേൻ്റെ കടയിലേക്കാണ്. അപ്പോൾ ഒരു ചായ ഇവിടുന്ന് കൂടിയും കുടിക്കാമെന്ന് വിചാരിച്ച്. കർമ്മ റൂട്ടിൽ നിന്ന് മിക്ക ദിവസങ്ങളിലും ഇവിടെ നിന്നാണ് കുടിക്കാറ്. ഇവിടെ ചെന്നപ്പോൾ നല്ല തിരക്ക്. അപ്പോൾ ഞാൻ അവരാരെയും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്ലാസ് ചായയും മേടിച്ചിട്ട് പുഴയുടെ തീരത്ത് പോയിട്ട് ഇങ്ങനെ നിന്ന് കുടിക്കുകയാണ്. നല്ല രസമാണ് അപ്പം തന്നെ. അങ്ങനെ ബാബുവിൻ്റെ ഇടയിൽ നിന്ന് ചായ പിടിച്ചിട്ട് നേരെ വീട് പിടിക്കാമെന്ന് വിചാരിച്ച്. ഞാനപ്പോൾ അതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം എൻ്റെ വീട് എത്താനായി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റൈഡ് ഏകദേശം കഴിയാനായി. അപ്പോൾ നാട്ടിലിപ്പോൾ കൊയ്ത്ത് നടക്കുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെ മെഷീനും അത് കാണാനുള്ള ആൾക്കാരും കൊയ്യുന്ന ആൾക്കാരും ഒക്കെ ആയിട്ട് ഭയങ്കര ഒച്ചയും ബഹളമൊക്കെയാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ അത് കാണാൻ തന്നെ അത്യാവശ്യം ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ കുറച്ച് നേരം ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പതുക്കെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. കുറേ കാലമായിട്ട് നാട്ടിൽ കൃഷിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 3-4 വർഷമായിട്ട് തുടർച്ചയായിട്ട് എല്ലാ വർഷവും കൃഷി ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാടൊക്കെ നല്ല ഉഷാറായിട്ട് കിടക്കുകയാണ്. അപ്പോൾ കൊയ്ത്ത് ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. ഇനി 1-2 ദിവസം കൂടി ഉണ്ടാവുകയുള്ളൂ കൊയ്ത്ത്. അപ്പോൾ കൊയ്ത്ത് ഇങ്ങനെ കാണാനും അത് കൊയ്ത് കൊണ്ടുവരുന്നതൊക്കെ കാണുമ്പോൾ നല്ലൊരു രസമുള്ളൊരു കാഴ്ചയാണ്. അങ്ങനെ കുറേ നേരം ഇവിടെ നിന്ന് കൊയ്ത്ത് അവസാന ഘട്ടമാണ്. അപ്പോൾ പിള്ളേർ ഒക്കെ വന്നിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വെക്കേഷൻ ശരിക്കും അടിച്ച് പൊളിക്കാണ് പിള്ളേർ എല്ലാ രീതിയിലും. ഓരോ സ്ഥലത്തെത്തുമ്പോഴും പിള്ളേരെ സാന്നിധ്യം നന്നായിട്ട് അറിയുന്നുണ്ട്. അങ്ങനെ നാട്ടിലെ ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്, കൊയ്ത്തും. അപ്പോൾ നാട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നമ്മളെ നാട്ടുകാരാണ് ഈ നിൽക്കുന്നത്. അങ്ങനെ പതുക്കെ അവിടുന്ന് സൈക്കിളെടുത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുളമാണ്. മഴക്കാലത്ത് ഞങ്ങൾ ചാടി കുളിക്കുന്ന കുളമാണ്. അപ്പോൾ ഒരു മഴയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇന്നത്തെ റൈഡ് ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ റൈഡ് ഏകദേശം 18 കിലോമീറ്ററോളം പോയി. അപ്പോൾ വീണ്ടും പുതിയൊരു റൈഡുമായി നിങ്ങളുടെ മുന്നിൽ തീർച്ചയായും എത്തുന്നതാണ്.